ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. ഏകദേശം 10 ദിവസങ്ങളായി നമ്മളിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. മറ്റൊന്നുമല്ല, NCC ബന്ധപ്പെട്ടുകൊണ്ട് അങ്കമാലിയിലെ ഫിസാറ്റ് കോളേജിൽ ഒരു ATC ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ജീവിതത്തിൽ ഒട്ടും സംഭവിക്കാൻ പാടില്ല എന്ന് മനസ്സിൽ വിചാരിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ഭയങ്കര ഒരു ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയൊരു മാനസികാവസ്ഥയിലും ആയിരുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കേട്ടതും കണ്ടതുമായിട്ടുള്ള പല പേരുകളുമായിരിക്കും. ഇവർക്ക് ഇപ്പോഴാണ് ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോളും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത്. ഏകദേശം ഓഗസ്റ്റ് മാസം 3-ാം തീയതി ആയിരിക്കും ഈ പറയുന്ന ഷോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി പ്രഡിക്ഷൻ ലിസ്റ്റുകളും കൺഫേംഡ് ലിസ്റ്റുകളൊക്കെ നമുക്ക് ഒരുപാട് ഈ പറയുന്ന യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു പുതിയ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന 11 കണ്ടസ്റ്റൻസിന്റെ പേരുകൾ ഞാനൊന്ന് പറയാം. നമ്മുടെ ലിസ്റ്റിൽ ആദ്യത്തെ പേര് മറ്റാരുമല്ല, നമ്മുടെ ഉപ്പും മുളകും എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ ബാലു എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്തിരുന്ന ബിജു സൗബാനമാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പോൾ ഓഡിഷൻ കോൾ പോയിട്ടുള്ളത്. ബിജു സൗബാനം സീസണിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത്യാവശ്യം കോൺട്രവേഴ്സികളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ബിജു സൗബാനം. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേര് ജാനകി ഓംകുമാർ. ജാനകി ഓംകുമാർ ഒരു ഡോക്ടറാണ്, ഡാൻസറാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. പറയുന്ന ബിഗ് ബോസിന്റെ പല പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിലും പേരുകൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓഡിഷൻ കോളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും വരാനായിട്ട് സാധ്യതയുള്ള ഒരു പേരാണ് ജാനകി ഓംകുമാർ. അടുത്തതായി മൂന്നാമത്തെ പേര് നമ്മൾ പറയുന്നത് സുജിൻ കൃഷ്ണ. നമ്മുടെ മല്ലു ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ഉടമസ്ഥനായിട്ടുള്ള സുജിൻ അത്യാവശ്യം ഒരു കോൺട്രവേഴ്സിയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബിഗ് ബോസിലെ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഇപ്പോഴാണ് ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോളും കാര്യങ്ങളൊക്കെ പോയത്. സുജിനും നമുക്ക് ബിഗ് ബോസിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ പേര് ജാസി ആഷി. അതായത് നമ്മുടെ ജാസി LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ജാസി ഒരുപാട് നാളുകളായിട്ട് ശ്രമിക്കുന്നുണ്ട് ബിഗ് ബോസിലേക്ക് വരാനായിട്ട്. ഇപ്പോഴാണ് ജാസിക്കും ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോളും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത്. ജാസിയുടെ പേര് നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നമ്മുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് ഓഡിഷൻ കോൾ പോയത്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ പേര് റോഹൻ ലോണ. റോഹൻ നമുക്കറിയാം, നമ്മുടെ ആങ്കർ ആണ്. ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ പല കണ്ടസ്റ്റൻസിനെയും ആങ്കർ പറയുന്ന ഇന്റർവ്യൂ ഒക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ആങ്കർ ആണ് നമ്മുടെ റോഹൻ ലോണ. ഒരു മിസ്റ്റർ ഇന്ത്യ പട്ടത്തിനൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്, ഒരു മോഡൽ കൂടിയാണ്. അദ്ദേഹത്തിനെയും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 കൺഫേംഡ് ആക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ ആറാമത്തെ പേര് അൽത്താഫ് നമ്മുടെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട് ഒരു ഇൻഫ്ലുവൻസർ ആണ്. അദ്ദേഹത്തിന്റെ പല വീഡിയോകളും പല റിയാക്ഷൻ വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അൽത്താഫിനെയും ബിഗ് ബോസ് മലയാളം സീസൺ 7 വിളിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അൽത്താഫ്. അടുത്തതായി ഏഴാമത്തെ പേര് മറ്റാരുമല്ല, അലൻ ജോസ് പെരേര. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു ഫിലിം റിവ്യൂവർ ആയിട്ടുള്ള അലൻ ജോസ് പെരേര സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആയതും അതുപോലെ തന്നെ ഒരുപാട് കോൺട്രവേഴ്സികളിലൊക്കെ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ്. അലൻ ജോസ് പെരേരയും ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്ന് വിളിച്ചിട്ടുണ്ട്. എത്രത്തോളം വരും എന്ന് നമുക്കിപ്പോൾ ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. എന്തായാലും ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. അടുത്തതായി എട്ടാമത്തെ പേര് ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സൗമ്യ. നിങ്ങൾ പല ഷോർട്ട് ഫിലിമിലും മൂവീസിലും ഒക്കെ ആയിട്ട് കണ്ടു കാണും. സൗമ്യ ഒരു ആർട്ടിസ്റ്റ് ആണ്. പുള്ളിക്കാരത്തിനെയും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അടുത്തതായി ഒമ്പതാമത്തെ പേര് ബിന്നി സെബാസ്റ്റ്യൻ. നമുക്കറിയാം, ഗീതാ ഗോവിന്ദം എന്ന് പറയുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു. റീസെന്റ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത് അവസാനിപ്പിച്ച ആ ഒരു സീരിയലിൽ ഗീതു എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ബിന്നി സെബാസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഡോക്ടറാണ് പുള്ളിക്കാരത്തി. അപ്പോൾ ബിന്നി സെബാസ്റ്റ്യനെയും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 വിളിച്ചിട്ടുണ്ട്. വരുമെന്ന് നമുക്ക് നോക്കാം. അടുത്തതായി പത്താമത്തെ പേര് ഇന്റർവ്യൂവർ ആയിട്ടുള്ള ശാരിക. നമുക്കറിയാം, മറ്റേ ഹോട്ട് സീറ്റ് എന്നൊരു പരിപാടി ഉണ്ട്. ആ ഒരു പരിപാടിയിൽ ആങ്കർ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്യാവശ്യം കോൺട്രവേഴ്സികളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആങ്കർ തന്നെയാണ് ശാരിക. ഈ അടുത്ത് രേണു സുധിയൊക്കെ ആയിട്ടുള്ള പല ഇന്റർവ്യൂസും നിങ്ങൾ കണ്ടു കാണും. ശാരിക നല്ല രീതിയിൽ തന്നെ മാനത്തേക്ക് ഏറി കയറി പോയിട്ടുള്ള പല സന്ദർഭങ്ങളും ആ ഒരു ഇന്റർവ്യൂ ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശാരിക എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7 എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ഒരു പേര് കൂടിയാണ്.
അടുത്തതായി 11-ാമതായിട്ട് പറയുന്നത് ഒരു ആർക്കിടെക്റ്റും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഒക്കെ ആയിട്ടുള്ള വേദാലക്ഷ്മി എന്താണ് ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഓഡിഷൻ ഗോൾ പോയിട്ടുണ്ട്. പുള്ളിക്കാരത്തി വരുമെന്ന് നമുക്ക് നോക്കാം. പല പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിലും കണ്ടു കാണും. ഇപ്പോഴാണ് ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ ഗോൾ പോയിട്ടുണ്ടായിരുന്നത്. വേദാലക്ഷ്മിയും നമുക്ക് ബിഗ് ബോസിലേക്ക് ഈ പ്രാവശ്യം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേര് കൂടിയാണ്. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 11 പുതിയ കണ്ടസ്റ്റൻസിന്റെ, പുതിയതെന്ന് പറയാൻ സാധിക്കില്ല, പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ പറഞ്ഞിട്ടുള്ളവർക്കാണ്. ഇപ്പോഴാണ് ഇവർക്ക് ഓഡിഷൻ ഗോളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഇവരെയൊക്കെ നമുക്ക് ബിഗ് ബോസിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓഗസ്റ്റ് മാസം 3-ാം തീയതി തന്നെ ആയിരിക്കും ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് മാറ്റം വരാനായിട്ടുള്ള സാധ്യത ഇപ്പൊ കാണുന്നില്ല. ലാലേട്ടൻ തന്നെ ആയിരിക്കും ഷോ ഹോസ്റ്റ് ചെയ്യുന്നത്. ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വളരെ പയ്യാണ് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പല പോസ്റ്റുകളും നമ്മളിപ്പോൾ ഏഷ്യാനെറ്റിന്റെ ഓൺലൈൻ അക്കൗണ്ട്സുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ലാലേട്ടനെ ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് പറയാനുള്ളത്. ലാലേട്ടൻ ഈ ഒരു സീസൺ 7 എന്തായിരിക്കും ഗെറ്റപ്പ്, ലോഗോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി, അത്തരത്തിൽ നമ്മളോട് കുറച്ചധികം ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടുള്ള പല പോസ്റ്റുകളും ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പൊ കാണാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സീസൺ വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഒരുക്കാനായിട്ട് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരു നീണ്ട ഗ്യാപ്പ് നമ്മളുടെ വീഡിയോന് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഏകദേശം 11 ദിവസം ആയിട്ട് നമ്മളൊരു വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനെ പറ്റിയൊരു മെന്റാലിറ്റി അല്ല ഇപ്പോൾ. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ തന്നെ റെക്കോർഡ് ചെയ്യാനായിട്ട് യാതൊരു മനസ്സുമില്ല. പിന്നെ ഇത്തരത്തിലൊരു കണ്ടന്റ് വന്നു, അത് ചെയ്യണം എന്ന് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും പറഞ്ഞു. അവരെല്ലാവരും ആ ഒരു വീഡിയോസും കാര്യങ്ങളും ചെയ്തപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് പങ്കുവെച്ചെന്നേ ഉള്ളൂ. വളരെ പയ്യെ ആയിരിക്കും ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത്. അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. പയ്യെ നമ്മൾ റിക്കവറായിട്ട് പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വരും. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്